നമുക്കിന്ന് മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ടൊരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. അതിനുശേഷം ആ ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇത് മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കാറ്, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് 2 മീഡിയം സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയുടെയൊക്കെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നമ്മൾ ഗ്രേവി ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാള എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഞാനിവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും. അതുപോലെ ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് സവാള കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ട മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ എല്ലാം ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി, അത് നന്നായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേവി ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടം കറിവേപ്പിലയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇത് ഉടഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മുട്ട മസാലയ്ക്ക്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പതിയെ എല്ലാ സൈഡും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ നല്ല സിമ്പിളായിട്ട് അതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നീക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.